തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു. സർവറിൽ സൂക്ഷിച്ചിരുന്ന ഡാറ്റയിൽ മാറ്റം സംഭവിച്ചതായാണ് വിവരം. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചെയ്യുന്നു. റിനു, എന്താണ് സംഭവിച്ചത്? ഡാറ്റകൾ മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഡാറ്റകൾ മാറ്റം സംഭവിച്ചു എന്നാണ് നിലവിൽ പരാതിയുള്ളത്? സുഹൈല, നമുക്കറിയാം കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുള്ള ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതായത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഇത് സംബന്ധിച്ച് ഈ കഴിഞ്ഞ 13-ാം തീയതി പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. 2 മാസങ്ങൾക്ക് മുമ്പേ ഹാക്ക് ചെയ്തു എന്നുള്ളത് കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ 13-നാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ ക്ഷേത്രത്തിൽ തന്നെ ഒരു ജീവനക്കാരനെ സംശയമുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ജീവനക്കാരൻ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ സെക്ഷനിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടിയോ ഒന്നും തന്നെ എടുത്തിട്ടില്ല. ഒരു സംശയം മാത്രമാണുള്ളത്. ഈ സെക്ഷനിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷവും മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്ന ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെ ആക്സസ് ഈ പഴയ ജീവനക്കാരന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പല വിധത്തിൽ കമ്പ്യൂട്ടർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെട്ടു. ചില ഡേറ്റകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. സുഹൈൽ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചു വെച്ച സർവറാണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് സൈബർ പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.